128 സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ യഹോവ പണിയുന്ന, യഹോവ നയിക്കുന്ന, കർത്താവായിരിക്കുന്ന ഒരു ഭവനത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ? ഒന്ന് രണ്ട് കാര്യങ്ങൾ വേഗത്തിൽ ചിന്തിക്കാം, വായിക്കാം. അതിന്റെ ഒന്നാമത്തെ വാക്യം, യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും, യഹോവ പണിയുന്ന ഭവനത്തിലുള്ള പുരുഷൻ അവൻ എങ്ങനെയുള്ളവനാണ്? അപ്പൊ ഭാഗ്യദോഷി എന്നല്ല, ഭാഗ്യവാൻ അല്ലേ? ആരാണ് ഭാഗ്യവാൻ? ചില ഭാര്യമാരെ, ചില ഭർത്താക്കന്മാരെ നോക്കി പറയാറുണ്ട്, നിങ്ങളാണ് എന്റെ ജീവിതത്തിന്റെ ശാപം, നിങ്ങൾ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ആയത്. പക്ഷേ യഹോവ പണിയുന്ന ഒരു ഭവനത്തെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ ഭാഗ്യവാൻ. യഹോവ ഭക്തനായ പുരുഷൻ അവൻ ആരാണ്? ഭാഗ്യവാൻ. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ദൈവം പണിയുന്ന ഭവനത്തിലുള്ള പുരുഷൻ അവൻ എങ്ങനെയുള്ളവനായിരിക്കുന്നു? അവൻ ഭാഗ്യവാനായിരിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു പുരുഷനായിരിക്കുന്നു. അതിന് കാരണം എന്താണ്? രണ്ട് കാര്യങ്ങൾ അവിടെ കാണാം. ഒന്ന്, അവൻ യഹോവ ഭക്തനായ പുരുഷൻ. സ്വന്തം പറയാമോ? യഹോവ സ്തോത്രം. നിങ്ങളൊക്കെ സൈലന്റ് ആയിട്ടിരിക്കുക. ഞാനിപ്പോ ഇവിടെ കിടന്ന് ഒച്ചത്തിൽ കൂകി വിളിച്ച് ബഹളം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും മൊട്ടമോട് സഭയിൽ ഉണർവുണ്ടായി. മൊട്ടമോട് സഭയിൽ വചനം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയും പഴയതുപോലെയൊന്നും ഇപ്പൊ ഒക്കുന്നില്ല, പഴയതുപോലെയൊന്നും ഇപ്പം ഒക്കുന്നില്ല. പാസ്റ്റർ അന്നത്തെ കൃപയൊന്നും ഇന്ന് ഇല്ല. അന്ന് പുള്ളി ബഹളം വയ്ക്കുമായിരുന്നു, ഇന്ന് പുള്ളി വചനം പറയുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് രാവിലെ ആണെന്ന് തോന്നുന്നു ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടു. കുറേ ഉപദേശമാര്, ഒരാള് ഭയങ്കരമായിട്ട് തൊണ്ട കൊരവള്ളി പൊട്ടിക്കുക ഉള്ളിടന്ന് സ്റ്റേജിൽ കിടന്ന് കൊരവള്ളി പൊട്ടി, ബാംഗ്ലൂരാണ് കേട്ടോ, കൊരവള്ളി പൊട്ടിച്ച് ഉള്ളിവിടെ എല്ലാം ഞാൻ കയറി മടി ചെയ്തിരിക്കുക. അങ്ങോട്ടും കൂടെ ആങ്കറി വിളിച്ച് ഓടി തിമിർത്ത് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ ഒരു 6-7 ഉപദേശമാരെല്ലാം കൂടെ ഒന്ന് ഇയാളാൻ വേണ്ടി പിടിച്ചു. ഇനി മഴയായി കുളിരായത് കൊണ്ടാണോ ഇനി ആത്മാവിന്റെ നിയോഗമാണോ എന്നൊന്നും എന്നോട് ചോദിക്കരുത്, അത് അവരോട് തന്നെ ചോദിക്കണം. എല്ലാം കൂടെ കെട്ടിപ്പിടിച്ച് ആ മനുഷ്യൻ എവിടെയാണെന്നൊന്നും അറിയാൻ മേലാത്ത ഒരവസ്ഥയിലായി. ഞാനിത് വീക്ഷിച്ചപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുള്ളി ജീവനോടെയൊക്കെ പുറത്തു വന്നു. സ്വതന്ത്രം ഇപ്പോഴത്തെ ട്രെൻഡ്. ഒരാള് സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കീറി അളമുറയിട്ട് തൊണ്ട കീറി പൊട്ടി വിളിച്ചു ഓടും, 5-6 പേര് പുറകെ ഓടി കെട്ടിപ്പിടിക്കും. ഇതാണ് ഉണർവെന്ന് പറയുന്നത്. സ്വതന്ത്രം. ഞാൻ പറയാ ദൈവമക്കൾ, ഇത് ഉണർവല്ല, ഇത് അടിയുടെ കുറവാണ്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എന്റെ ഭാഷയിലാ പറഞ്ഞു കേട്ടോ. സ്വതന്ത്രം. ഇത് ഉണർവല്ല, ഇത് അടിയുടെ കുറവെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പൗലോസ് ആയിരുന്നെങ്കിൽ അന്ന് പറഞ്ഞു, ഞാൻ ഇനി വരുമ്പോ വടിയോടുകൂടെ വരണമോ എന്ന് ചോദിച്ചതേ ഉള്ളൂ. ഇന്നായിരുന്നെങ്കിൽ വടിയോടുകൂടെ തന്നെ വന്നേനെ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാ, യഹോവ ഭക്തനായ പുരുഷൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും, അവൻ ഭാഗ്യവനായി മാറും. യഹോവ പണിയുന്ന വീട്ടിലെ പുരുഷൻ ആരായിരിക്കണം? യഹോവ ഭക്തനായിരിക്കണം. ഹല്ലേലൂയ. അവൻ ഭക്തനായിരിക്കുന്നു എങ്കിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും. കരങ്ങളെ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. നോക്കുക, യഹോവ ഭക്തനായ പുരുഷൻ അവനാണ് ഭാഗ്യവാനായി മാറുന്നത്, അവനാണ് അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുന്നത്. 1 പത്രോസ് 3:7 വായിക്കുമ്പോൾ യഹോവ ഭക്തനായ പുരുഷൻ പ്രാർത്ഥിക്കുന്നവനായിരിക്കണം എന്നവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഭാഗത്തേക്ക് മടങ്ങി വരുമ്പോൾ സ്തോത്രം, യഹോവ അനുഗ്രഹിക്കുന്ന ഭവനത്തിലെ പുരുഷൻ അവൻ അനുഗ്രഹിക്കപ്പെടുവാനുള്ള കാരണം എന്താണ്? അവൻ ഭാഗ്യവാനാകുവാനുള്ള കാരണം എന്താണ്? അവൻ ദൈവഭക്തനായതുകൊണ്ട്. 2 അവിടെ നമ്മൾ വായിക്കുന്നത്, അവന്റെ വഴികളിൽ നടക്കുന്നവൻ. ഒന്നവൻ യഹോവയെ ഭയപ്പെടണം, 2 അവൻ ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കണം.
ഹല്ലേലൂയ. ഹാനോക്കിനെ പോലെ, നോഹയെ പോലെ ഇവരൊക്കെ ദൈവത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്തവര്. ഹാനോക്കിനെ കുറിച്ച് പറയുന്നത് 300 വർഷം അവൻ ആരുടെ കൂടെ നടന്നു? ദൈവത്തോട് കൂടെ നടന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 300 വർഷം. എന്റെ ഒരു ചിന്ത പറയാം, 300 വർഷം ദൈവത്തോട് കൂടെ നടന്ന് ആമേൻ ഇങ്ങനെ അങ്ങ് എത്തി. ആമേൻ. സ്തോത്രം. നടന്ന ദിവസങ്ങളും വർഷങ്ങളും ഒന്നും താൻ അറിഞ്ഞില്ല. ഒരു ദിവസം പോലെയൊക്കെ തോന്നിക്കാണും. അങ്ങ് ചെന്നു, അങ്ങ് ചെന്നിട്ട് തമ്പുരാൻ പറഞ്ഞു, ഹാനോക്കേ, ഞാൻ ഇനി എന്റെ വാസസ്ഥലത്തിലേക്ക് പോവുകയാ, നിനക്കിന് മടങ്ങിപ്പോയിക്കൊള്ളുക. അതിനൊക്കെ പറഞ്ഞു കാണാൻ പറ്റത്തില്ല. ഇനി എനിക്ക് മടങ്ങി പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞായിരിക്കാം മുട്ട പിടിപിടിച്ച് കാണും. അങ്ങനെയായിരിക്കാം ദൈവം പറഞ്ഞത്, എന്റെ കൂടെ പോര്. ഹല്ലേലൂയ. ആമേൻ. ദൈവം അവൻ എടുത്തുകൊണ്ടതിനാൽ അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. 300 കൊല്ലം അവൻ ദൈവത്തോട് കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. 3 വെള്ളിയാഴ്ച പോലും നമുക്ക് ദൈവത്തോട് കൂടെ നടക്കാൻ പറ്റുന്നുണ്ടോ സഹോദരങ്ങളെ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മൾ പലപ്പോഴും മുഴുത്ത മാനസാന്തരം 3 മാസം മാത്രം നിൽക്കുന്നതായി മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ വഴികളിൽ നടക്കുവാൻ, അവന്റെ വചനത്തിന്റെ വഴികളിൽ നടക്കുവാൻ, അവന്റെ ആലോചനയിൽ നടക്കുവാൻ ദൈവം നമ്മുടെ മുമ്പാകെ ഒരുക്കി തരുന്ന ചില വഴികൾ, യഹോവ ഭക്തനായവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം ആർക്ക് കാണിച്ചു കൊടുക്കും? അവന് കാണിച്ചു കൊടുക്കും. ദൈവഭക്തന് വഴി കാണിക്കുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. ഇനി ചിലർ ചിന്തിക്കും, വഴി കാണിച്ചു വെച്ച ദൈവം തന്നെ ഈ വഴി ഇങ്ങനെ തെരഞ്ഞെടുത്ത് തരും എന്നാണ് ചിന്തിക്കുന്നതല്ല. തെരഞ്ഞെടുക്കേണ്ടുന്ന വഴി അവൻ കാണിച്ചു തരും. പക്ഷെ വഴി തെരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. ദൈവം നമുക്ക് ബുദ്ധി തന്നിട്ടുണ്ട്, അല്ലെ? വിവേകം തന്നിട്ടുണ്ട്, ജ്ഞാനം തന്നിട്ടുണ്ട്. ജ്ഞാനമുണ്ടോ? വിവേകമുണ്ടോ? വിവേകമില്ലെങ്കിൽ അതിന്റെ അർത്ഥം അഭിഷേകം പ്രാപിക്കത്തില്ല. ജ്ഞാനമില്ല എങ്കിൽ അതിന്റെ അർത്ഥം യഹോവ ഭക്തിയില്ല. ഇത് രണ്ടുമില്ലാത്തത് കൊണ്ടാണ് ഭക്തിയും ജ്ഞാനവും നമുക്കില്ലാതെ പോയത്. മനസ്സിലാക്കുന്നുണ്ടോ? സ്തോത്രം. ഇനി നമ്മുടെ ജീവിതം നന്നായി ദൈവം കാണിച്ചു തന്ന വഴിയില് നന്നായി നടക്കുവാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് വെളിപ്പാടില്ല. വെളിപ്പാടില്ലാത്തടത്ത് മനുഷ്യൻ എന്ത് ചെയ്തു? മര്യാദ കെട്ട് നടക്കുന്നു ദൈവം കാണിച്ചു തന്ന വഴിയിൽ. എന്നാൽ വഴി ഇപ്പിടത്തോട്ട് വലത്തോട്ട് മാറുമ്പോൾ അതല്ല വഴി എന്ന് വെളിപ്പെടുത്തുന്ന ഒരു ശബ്ദം പുറകിൽ നിന്ന് കേൾക്കും. ദൈവം നിനക്ക് വഴി തിരഞ്ഞെടുത്തു തരില്ല, വഴി കാണിച്ചു തരും. നിനക്ക് സൗകര്യമുണ്ടെങ്കിൽ അതിലെ പോയാൽ മതി. മനസ്സിലാകുന്നവർക്ക് എന്നെ കേട്ട് അവനെ സ്തുതിക്കുന്നു. അവനെ കുറിച്ച് പുസ്തകം പഠിപ്പിക്കുന്നു. യഹോവ ഭക്തൻ, അവൻ ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നു. അതുകൊണ്ട് ഈ 128-ാം സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ ഭാഗ്യവാനാണ്. ദൈവത്തിന് മഹത്വം എടുക്കാമോ? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പോൾ ഒന്ന്, അവൻ ഭാഗ്യവാൻ. എന്തിലൊക്കെയാണ് അവന്റെ ഭാഗ്യം? 2-ാം വാക്യം വായിക്കാം. 128-ന്റെ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. അപ്പോ യഹോവ പണിയുന്ന ഭവനത്തിലെ പുരുഷൻ അവൻ ആരാണ്? ഭാഗ്യവാനാണ്. അവൻ ഭാഗ്യവാനാകുവാനുള്ള കാരണം അവൻ യഹോവ ഭക്തനായതുകൊണ്ടും 2 ദൈവത്തിന്റെ വഴികളിലൂടെ നടക്കുന്നത് കൊണ്ടും. ആമേൻ. അവൻ എന്തൊക്കെയാണ് അവന്റെ ഭാഗ്യം? ആദ്യ ഭാഗ്യം അവിടെ നമ്മൾ വായിക്കുന്നത്, തന്റെ പ്രയത്നത്തിൽ അവൻ ആരായി മാറുന്നു? ഭാഗ്യവാനായി മാറുന്നു. ഒരു സ്വന്തം പറയാമോ? ആമേൻ. അവിടെ നമ്മൾ വായിക്കുന്നത്, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. എന്തുകൊണ്ട്? നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. സ്തോത്രം. എന്ത് തിന്നും? നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. അല്ലേ? സ്തോത്രം. യഹോവയുടെ അനുഗ്രഹത്താലാണ് എന്ത് വരുന്നത്? സമ്പത്തുണ്ടാകുന്നത്. അല്ലേ? യഹോവയെ അനുഗ്രഹിക്കണം. ഒരു ദൈവഭക്തന്റെ അധ്വാനത്തിൽ ദൈവകരം സ്പർശിക്കപ്പെടണം. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. നീ അറിയാത്തൊരു നന്മ എന്റെ മേലില്ല. നീ അറിയാത്തൊരു നന്മ എന്റെ വീട്ടിനകത്തില്ല. നീ അറിയാത്തൊരു നന്മ എന്റെ കൊട്ടാരത്തിനകത്തില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നീ തന്നതാണ്. എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നീ അധ്വാനിക്കുവാൻ മറന്നു പോകരുത്. അധ്വാനിക്കുന്നവന്റെ അധ്വാനത്തെ അനുഗ്രഹിച്ചു തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം.
ഞാൻ പറയുക, ഞാൻ അധ്വാനിക്കാതെ കയറിയിരുന്ന് വെച്ച ആമേ പണ്ട് സ്കൂളിൽ പഠിച്ചു പടച്ചോന്റെ ചോറ് എന്ന് പറയുന്ന ഒരു ഭാഗം. ആമേ അതിലൊരു കഥാപാത്രം പറയുകയാണ്, പടച്ചോനെല്ലാം എനിക്ക് തരും. അതുകൊണ്ട് ഒരാൾ അദ്ദേഹത്തെ പിടിച്ച് അടച്ചിട്ട് കുറെ നാൾ അടച്ചിട്ടിരുന്നു. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, പടച്ചോൻ വന്നായിരുന്നോ, പടച്ചോൻ നിനക്ക് ചോറ് തരും, പടച്ചോൻ വന്നായിരുന്നോ, പടച്ചോൻ നിനക്ക് വേണ്ടതെല്ലാം തരും, പടച്ചോൻ വന്നോ. കാരണം പുള്ളിക്കാരൻ അധ്വാനമില്ലാതിരുന്നോണ്ട് പറയുക പടച്ചോൻ തരും. അവസാനം ആ വ്യക്തി എന്ന് ചോദിച്ചു, പടച്ചോൻ നൂലിൽ കെട്ടി ഇറക്കത്തിൽ നോക്കിക്കൊണ്ടിരുന്നോ എന്ന് പറഞ്ഞു. ഒടുവിൽ അദ്ദേഹത്തിന് മനസ്സിലായി, പടച്ചോൻ എന്തെങ്കിലും തരണമെങ്കിൽ നമ്മുടെ അധ്വാനത്തിലാണ് ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെട്ടു വരുന്നത്. ദൈവത്തിന് മഹത്വപ്പെടുക്കാമോ? ആമേൻ, സ്തോത്രം. അതിന് ചില വാക്യങ്ങള് ആമേൻ. സദൃശവാക്യം 12:27 വായിക്കുന്നത്, മടിയൻ ഒന്നും വേട്ടയാടി പിടിക്കുന്നില്ല, ഉത്സാഹമോ മനുഷ്യന് വിലയേറിയ സമ്പത്ത് ഉണ്ടാക്കുന്നു. സ്തോത്രം. അവിടെ എന്താ വായിക്കുന്നത്? മടിയന് ഒന്നും വേട്ടയാടി പിടിക്കാൻ ഒക്കുകയില്ല. കാരണം അവന് സാഹചര്യങ്ങൾ അനുകൂലമല്ല. ഒരുപാട് കാര്യങ്ങൾ അവന് പറയാറുണ്ട്, അവനൊന്നും പിടിക്കത്തില്ല. അവൻ വേട്ടയാടാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വേട്ടയ്ക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ കയ്യിലുണ്ട്, അതെല്ലാം തോളത്ത് തൂക്കി നടക്കുക. കാണുന്നവരൊക്കെ പറയുന്നത് നല്ലൊരു വേട്ടക്കാരനാ. പക്ഷേ അവൻ മടി ഉള്ളിടത്തോളം കാലം സ്തോത്രം അവന്റെ ദേഹത്ത് വന്നിരിക്കുന്ന ഒരു കൊതുകിനെ പോലും അടിച്ചു കൊല്ലാൻ ഒക്കുകയില്ല. സ്തോത്രം. ഒന്നും അവൻ വേട്ടയാടി പിടിക്കുകയില്ല. സ്തോത്രം. ഒരു കൊതുക് വന്നിരുന്ന പോലും അതിനെ അടിച്ചു കൊല്ലില്ല എന്നാണ് എന്റെ ഒരു ചിന്ത. അടുത്തൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. സദൃശവാക്യങ്ങൾ 13:4 വായിക്കുന്നത്, മടിയൻ കൊതിച്ചിട്ടും അവനൊന്നും കിട്ടുന്നില്ല, ഉത്സാഹികളുടെ പ്രാണനോ പുഷ്ടി ഉണ്ടാകും. മടിയൻ കൊതിച്ചു കൊതിച്ചിരിക്കാനല്ലാതെ അവനൊന്നും കിട്ടത്തില്ല. മടിയനൊന്നും കിട്ടത്തില്ല. അവന് കൊതിയേ ഉള്ളൂ, ഉത്സാഹമില്ല. സ്തോത്രം. അതുകൊണ്ട് അവനൊന്നും കിട്ടുകയില്ല. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇനിയും 1-2 വാക്യങ്ങളോടെ ഹല്ലേലൂയ. 20:4 വായിക്കുന്നത്, മടിയൻ ശീതം നിമിത്തം ഉഴാതിരിക്കുന്നു, തണുപ്പ് നിമിത്തം ഉഴാതിരിക്കുന്നു. അതുകൊണ്ട് കൊയ്ത്ത് കാലത്ത് അവൻ ഇരക്കും, ഒന്നും കിട്ടുകയില്ല. മടിയനെ കുറിച്ച് പറയുക എന്താണ്? മടിയൻ ശീത നിമിത്തം ഉഴാതിരിക്കുന്നു, കൊയ്ത്ത് കാലത്ത് അവൻ ഇരക്കുന്നു, ഒന്നും അവൻ എന്ത് ചെയ്യുന്നില്ല? കിട്ടുന്നില്ല. അതുകൊണ്ട് ശലോമോൻ പറഞ്ഞൊരു പദപ്രയോഗം, മടിയാ നീ ഉറുമ്പിന്റെ അടുക്കൽ ചെന്ന് ബുദ്ധി പഠിക്കുക. ഉറുമ്പ് ചെയ്യുന്നുണ്ട്, വേനൽക്കാലത്ത് അത് അതിന്റെ ആഹാരം ശേഖരിച്ചു വെക്കുന്നു. ശീത നിമിത്തം മടിയൻ ഉഴുന്നില്ല, അവൻ മഴ നിമിത്തം ആരാധനയ്ക്ക് വരുന്നില്ല, തണുപ്പ് നിമിത്തം പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്നില്ല, ശീത നിമിത്തം അവൻ കിടന്ന് ഉറങ്ങുന്നു. സ്തോത്രം. അതുകൊണ്ട് അവന് ഒന്നും നേടുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. 22:13 അവൻ പറയുന്നത്, മടിയൻ പറയുകയാണ്, വെളിയിൽ സിംഹമുണ്ട്, വീതിയിൽ എനിക്ക് ജീവഹാനി വരുമെന്ന് മടിയൻ പറയുന്നു. പുറത്തേക്ക് ഇറങ്ങിയാൽ സിംഹം എന്നെ പിടിക്കും, പുറത്തേക്ക് എനിക്ക് പോകാൻ മേല, അങ്ങോട്ട് പോയാൽ അവിടെ അപകടം, ഇങ്ങോട്ട് വന്നാൽ ഇവിടെ അപകടം. പ്രതികൂലത്തെ തരണം ചെയ്യുവാൻ മടിയന് കഴിയാതെ വരുന്നു. പിന്നെ എന്താ മടിയന്റെ ജോലി? 26:14 സദൃശ കഥക് ചുഴിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തന്റെ കിടക്കയിൽ തിരിയുന്നു. സ്വതന്ത്രം. സദൃശ 26:14 അവനെ പുറത്തേക്ക് ഇറങ്ങിയ സിംഹമുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാൽ ആരുണ്ട്? സിംഹമുണ്ട്. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നത്? കഥക് ചുഴിക്കുറ്റിയിൽ എന്ന പോലെ മടിയൻ തന്നെ കിടക്കയിൽ തിരിയുന്നു. ഇന്നത്തെ കഥകിന് ചുഴിക്കുറ്റിയില്ല. പണ്ടത്തെ കഥവിന് ചുഴിക്കുറ്റിയുണ്ട്. ഇന്നത്തെ കഥവിന് വിജാവരിയ. പണ്ടത്തെ കഥവിന് മേളിൽ ഒരു തണ്ട് മേളിലോട്ട് നിൽക്കും, കീഴെയും ഒരു തണ്ട് താഴോട്ട് നിൽക്കും. എന്നിട്ട് അവിടെയും ഒരു കുഴി ഇങ്ങനെ മരത്തിൽ തന്നെ ഇങ്ങനെ കിഴിച്ചു വച്ചിരിക്കും, മേളിലും കിഴിച്ചു വച്ചിരിക്കും. ഈ താഴത്തെ ഭാഗം താഴത്തെ ഈ ഇടത്തും മേളത്തത് മേളെ കിഴിച്ച ഭാഗത്തും അവിടെ കയറ്റി വിട്ട് അതൊരു അഡ്ജസ്റ്റ്മെന്റ്. സ്വതന്ത്രം. എന്റെ പപ്പയുടെ കുടുംബ വീട്ടിലുള്ള കഥകളെല്ലാം ഇങ്ങനത്തതായിരുന്നു. സ്തോത്രം. ഇത് അങ്ങോട്ടും പോകില്ല, ഇങ്ങോട്ടും പോകില്ല. ഇത് കറങ്ങി ഇവിടെ വരും, ഇത് അവിടെ നിന്ന് കറങ്ങി അങ്ങോട്ട് വരും. എന്ന് പറഞ്ഞാൽ മടിയൻ കഥകൾ ചുഴിക്കുറ്റിയിൽ കിടന്ന് കറങ്ങുന്നത് പോലെ കിടക്കയിൽ കിടന്ന് അങ്ങോട്ട് കറങ്ങി ഇങ്ങോട്ട് കറങ്ങി. ആദ്യം കിഴക്കോട്ട് തല വെച്ച് കിടക്കുക, പിന്നെ അത് പടിഞ്ഞാറോട്ടാകും, പിന്നെ അത് വടക്കോട്ടാകും. ഇതേ ഉള്ളൂ. വെളിയിൽ ഇറങ്ങാൻ പുള്ളിക്ക് പേടിയ. സ്തോത്രം. എന്താ ഇവിടെ അതല്ല ദൈവവചനം പഠിപ്പിക്കുന്നത്? നിന്റെ അധ്വാന ഫലം നീ
തിന്നും. അത് ശത്രുവിന് അവൻ വേട്ടയാടുവാൻ അവൻ ദൈവം അനുവദിക്കുകയില്ല. നീ അധ്വാനിക്കുന്നതിന്റെ കൂലി ഓട്ടസഞ്ചിയിൽ ഇടുവാൻ ദൈവം അനുവദിക്കുകയില്ല. ആമേൻ സ്തോത്രം. ഉത്സാഹിയുടെ കൈ അധികാരം നടത്തും. ഹല്ലേലൂയ. ദാരിദ്ര്യത്തിന്റെ വീട്ടിൽ നിന്ന് അകന്നു മാറ്. ആമേൻ സ്തോത്രം. പരാജയങ്ങൾ മാറ്. നീ അധ്വാനിക്കുവാൻ തയ്യാറായി ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ വഴികളിലൂടെ നടന്ന് ദൈവത്തെ അധ്വാനിച്ച് അധ്വാനിച്ച് മുൻപോട്ട് പോയി ദൈവത്തെ സേവിച്ച ആമേൻ ദൈവ വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു. നിന്റെ അധ്വാനത്തിൽ നീ ഭാഗ്യവാനായി മാറും. നിന്റെ അധ്വാനത്തെ ദൈവം അനുഗ്രഹിച്ചു തരും. നിന്റെ കഴിവനുസരിച്ച്. അല്ലേ? അണ്ണാൻ കുഞ്ഞിനും തന്നാലായത്. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഉറുമ്പിന് ഒരു അരിമണി എടുക്കാൻ ഒക്കുകയില്ല. പല ഉറുമ്പുകൾ ഒന്നിച്ചത് പൊക്കുന്നത്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ സ്തോത്രം. ഭാരമേറിയ വിഷയങ്ങൾ ഉറുമ്പുകൾ ഒന്നിച്ചു പൊക്കുന്നത് പോലെ ഒരു കുടുംബത്തിന്റെ ഭാരമേറിയ വിഷയങ്ങൾ 4 പേരുണ്ടെങ്കിൽ 4 പേർ ഒന്നിച്ച് അതിന് ചുമ കൊടുക്കുമ്പോഴാണ് ആ ഭാരം ലഘൂകരിക്കപ്പെടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഒരു പഴമൊഴി വരെയുണ്ട്. ഉറുമ്പിന് ആനയ്ക്ക് തടി ഭാരം, ഉറുമ്പിന് അരി ഭാരം. ഞാനിപ്പോ ഒന്നുകൂടെ ചേർത്ത് പറയാറുണ്ട്, മനുഷ്യന് ശരീരഭാരം. ഇടയ്ക്ക് എന്നെ കുറിച്ച് തന്നെ ഞാൻ പറയാം. ചിലരൊക്കെ എന്നെ സൂക്ഷിച്ചു നോക്കാറുണ്ട്. നോക്കി വെച്ച് വേറൊന്നുമല്ല പറയുന്നത്, എന്റെ വയറൊക്കെ ഇങ്ങനെ ചാടി വരുമെന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിച്ചിട്ടൊന്നും വെച്ചതേ ഉള്ളൂ. ഏതായാലും ശരീരഭാരം കൂടിയൊന്നും എനിക്ക് അറിയത്തില്ല. എന്നാൽ ഇന്നത്തെ മനുഷ്യന്റെ നിലവാരം അങ്ങനെയാ. എല്ലാം ഫാസ്റ്റ് ഫുഡ് അല്ലേ? സ്വന്തം വീട്ടിൽ കഴിക്കാൻ വയ്യ. ആകെ സ്വന്തം എന്നും കടയിൽ നിന്ന് കഴിച്ചാലേ തൃപ്തി വരികയുള്ളൂ. വൃത്തിയുമരിയുമില്ലാത്ത ആകെ കഴുകാത്ത പാത്രത്തിൽ ആട്ടി വച്ചിരിക്കുന്ന മാവ് കൊണ്ടുണ്ടാക്കുന്ന ദോശ ആമേ 4-5 ആമേ വളരെ സന്തോഷത്തോടെ കഴിക്കും. വീട്ടിലുണ്ടാക്കാമേ അല്ല. സ്തോത്രം. ഇങ്ങനെ കഴിച്ച് ഒരു പരിവമായി ആമേ സ്തോത്രം ഗതിയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാ. ആമേ സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത് ആമേ യോഗ്യമായ വഴിയൊന്നുമല്ല, ആരോഗ്യമില്ലാത്ത ശരീരവുമായിട്ടായിരുന്നു നടക്കുന്നത്. ഒരു നല്ലൊരു കാറ്റടിച്ചാൽ ഉരുണ്ടി വീഴും. അതിനെ സമാധാനം പറയാൻ ഒക്കുകയില്ല. അതുകൊണ്ട് മകൾക്കാണ് ഞാൻ നിങ്ങളോട് ഓർപ്പിക്കാം. ആമേ സ്തോത്രം. അധ്വാനത്തിന്റെ നന്മകളെ ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നു. ആവർത്തനം 28 മുതൽ വായിക്കുമ്പോ യഹോവയെ ഭയപ്പെട്ട് അവരുടെ വഴികളിൽ നടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ ഇങ്ങനെ വായിക്കുന്നു. അവൻ അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, അവൻ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, അവൻ വയലിൽ അനുഗ്രഹിക്കപ്പെടും, അവൻ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒരു അനുഗ്രഹം നമ്മുടെ മുൻപിലുണ്ട്. ദൈവത്തെ സേവിക്കുന്ന ദൈവവൈദ്യരെ പട്ടിണി കിടക്കാൻ ദൈവം അനുവദിക്കുകയില്ല. നീതിമാൻ തുണയില്ലാതിരിക്കുന്നത് അവന്റെ സന്തതി അപ്പത്തിന് ഇരക്കുന്നത് ദൈവം ആമേൻ വചനത്തിൽ വായിക്കുന്നു. ദാവീദ് പറഞ്ഞു, ഞാൻ കണ്ടിട്ടില്ല, അത് കാണാൻ ദൈവം അനുവദിക്കുകയില്ല. നിന്റെ ഞെരുക്കം മാറ്റുക. വിധവ പറഞ്ഞു, ഒരടക്കുള്ള മാല മാത്രമേ ഉള്ളൂ, അവന് അല്പ എണ്ണ മാത്രമേ ഉള്ളൂ, അതുണ്ടാക്കി ഞാനും എന്റെ മകനും മരിക്കാനിരിക്കുകയാ. നിങ്ങൾ മരിക്കേണ്ടവളല്ല, അവൻ നിനക്കുള്ളത് അവൻ എനിക്ക് തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ ദേശത്ത് മഴ പെയ്യുക. അവൻ സാരഭാത്തിലെ വിധവയുടെ വീട്ടിനകത്ത് സമൃദ്ധി വെളിപ്പെട്ടു. ഇത് മകൾക്കാണ് നിങ്ങളോട് വിളിച്ചു പറയാ, അവൻ ദൈവമാണ് നിന്നെ പണിയുന്നതെങ്കിൽ, നിന്റെ വീട് പണിയുന്നത് ദൈവമെങ്കിൽ, നിന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ദൈവമെങ്കിൽ, നിന്റെ തലമുറകളെ നിയന്ത്രിക്കുന്നത് ദൈവമെങ്കിൽ, അവനെ നിന്നെ കുറവില്ലാത്തവരാ. ദൈവം നിന്നെ മാനിക്കുന്ന ദിവസങ്ങൾ വിദൂരമല്ല എന്ന് മകൾക്കാണ് ഞാൻ ഓർപ്പിക്കട്ടെ. തന്റെ പ്രയത്നത്തിൽ അവൻ ഭാഗ്യവാൻ, അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. ആമേൻ. വേഗത്തിൽ വായിച്ച് വിടാം. 3-4 വാക്യങ്ങളോടെ വായിക്കാം. ആമേൻ. സ്തോത്രം. നോക്കില്ല, അവൻ അനുഗ്രഹിക്കപ്പെട്ടു, ഭാഗ്യവാനായി തീർന്ന ദൈവപണിത ഭവനത്തിലെ ആമേൻ ആ പുരുഷൻ ഭാഗ്യവാനായി മാറി. എന്തിനൊക്കെയാ? അവന്റെ അധ്വാന നന്മയിൽ, അധ്വാനത്തിൽ അവൻ ഭാഗ്യവാനായി മാറി. 2, അവൻ ഭാര്യയിലും മക്കളിലും ഭാഗ്യവാനായി മാറി. സ്തോത്രം. ആമേൻ. എന്താ അവിടെ വായിക്കുന്നത്? ഭാര്യ സന്തോഷം തരുന്ന മുന്തിരിവള്ളി പോലെയും മക്കൾ ആശ്വാസം തരുന്ന ഒലിവു തൈകൾ പോലെയും. ഹല്ലേലൂയ. ഒലിവും മുന്തിരിയും വളരുന്ന ദൈവത്തിന്റെ ഉദ്യാനമാണ് ഭവനം. അവർക്ക് മനസ്സിലായി?
ഭവനം അനുഗ്രഹിക്കപ്പെടണം. ഭവനത്തിന്റെ ഭാ ഇല്ലെങ്കിൽ ഭവനം വെറും വനമായി മാറും. മനസ്സിലായോ? ഭവനത്തിന്റെ ഭാ ദൈവ ഭയം. എന്ന് പറഞ്ഞാൽ ഭക്തി. ദൈവത്തിലുള്ള ഭക്തിയില്ലാത്ത ഭവനം ഭവനമല്ല, വെറും വനമാണ്. അതിനകത്ത് കുറുക്കൻ ഓരിയിടുന്നത് കേൾക്കാം, ഒട്ടകപ്പക്ഷി നൃത്തം വെക്കുന്നത് കാണാം. ആമേൻ, സ്തോത്രം. കാട്ടുപോത്തും ആമേൻ പുള്ളിപ്പുലിയും കുറുക്കനും ഒക്കെ അതിനകത്ത് താളം പിടിക്കും. വനമല്ലേ ആമേൻ, അതിനകത്ത് സകലതും കാണും. അതുകൊണ്ടാണ് ആമേൻ, സ്തോത്രം. ഞാൻ ആ ഭാഗം എടുക്കുന്നത്. യെശയ്യാവിലൊരു വാക്യമുണ്ട്, സ്തോത്രം. അവർ ആൾപ്പാർപ്പില്ലാത്തൊരു ഭവനം പോലെയൊക്കെ എന്നൊക്കെ പറഞ്ഞ് അവിടെ എഴുതിയിട്ടുണ്ട് ചില കാര്യങ്ങൾ. സ്തോത്രം. അതിനകത്ത് മൂങ്ങ വസിക്കും. അതിനകത്ത് എന്ത് വസിക്കും? ഭവനത്തിന് ഭയമില്ലെങ്കിൽ, ഭയമില്ലെങ്കിൽ, ഭക്തിയില്ല എങ്കിൽ അതിനകത്ത് എന്ത് വസിക്കും? മൂങ്ങ വസിക്കും. ആമേൻ, സ്തോത്രം. ചിലരുടെ വീട്ടിൽ ചെന്ന് ആ നടയിൽ ചെല്ലുമ്പോഴേ അറിയാം അകത്ത് കയറാതെ തിരിച്ചു പോരാറുണ്ട്. എന്താ സഹോദരി അകത്തോട്ട്? ഇന്നലെ കണ്ടപ്പോ വഴി വെച്ച് ചിരിച്ചതാ പ്രസംഗിയാര്, ഇന്ന് കണ്ടപ്പോ അവള് മൂങ്ങയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ, സ്തോത്രം. മൂങ്ങ ചിരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. ആമേൻ, മസിലൊക്കെ പിടിച്ചിരിക്കുന്നത് കണ്ടേച്ചാ വന്ന് അതാ യെശയ്യാ പ്രവാചകൻ പറഞ്ഞു അവിടെ മൂങ്ങ വസിക്കുമെന്ന്. ആമേൻ, സ്തോത്രം. ആമേൻ, ചിലരെ കണ്ട ഒട്ടക പക്ഷിയെ പോലെയാ. ആമേൻ, നിൽക്കുന്ന നിൽപ്പ് കണ്ട് നമ്മൾ തന്നെ പേടിച്ച് പുറകിലേക്ക് പോകും. അവിടെ പുലിയും സിംഹവും ഒക്കെ ഉണ്ട്. എന്ന് പകൽക്കാലം നിന്റെ ഭവനം ഒരു ഉദ്യാനമായി മാറണം. ആമേൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനമായി മാറണമെങ്കിൽ ആ ഭവനത്തെ ദൈവം പണിയണം. തലമുറകളെ ദൈവം അനുഗ്രഹിക്കുന്നു എന്ന് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആമേൻ, ഭാര്യ അവൾ വീട്ടിനകത്ത്, അല്ലേ? അങ്ങനെ ഇവിടെ എഴുതിയിരിക്കുന്ന ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ. ഭാര്യ എവിടെയാണ്? വീട്ടിനകത്തെ മുന്തിരിവള്ളിയായിരിക്കണം. സ്തോത്രം, സ്തോത്രം. എവിടുത്തെ മുന്തിരിവള്ളി? ഭാര്യ വീട്ടിനകത്തെ മുന്തിരിവള്ളി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എഫെസ്യർ 5:22 മുതൽ വായിക്കാം. അവൾ വീട്ടിനകത്ത് മുന്തിരിവള്ളിയാകുന്നത് എങ്ങനെയാണ്? വേഗത്തിൽ ആ ഭാഗം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. വേഗത്തിൽ വായിക്കാം. ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയായി മാറുന്നത് എങ്ങനെ? ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. എന്ത് ചെയ്യണം? ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയാകണമെങ്കിൽ ഒന്ന്, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം. ഈ കീഴ്പ്പെടാതെ വരുമ്പോഴാണ് ചില ഭർത്താക്കന്മാരെ കീഴടക്കാൻ നോക്കുന്നത്, അല്ലേ? സഹോദരന്മാർ രണ്ടുപേരേ ഉള്ളൂ. പിന്നെ ഇവിടെ പാസ്റ്റർ, നമ്മളെ കുടുംബസ്ഥരായ 2-4 പേരേ ഉള്ളൂ. സ്വതന്ത്രൻ, സ്വതന്ത്രൻ, അല്ലേ? ഭാര്യ ഭർത്താവിന് എന്ത് ചെയ്യണം? കീഴടങ്ങണം. ദൈവ വ്യവസ്ഥയാണ്. നീ കർത്താവിന് കീഴടങ്ങുന്നെങ്കിൽ ഭർത്താവിനും കീഴടങ്ങണം, അല്ലേ? ഈ വടക്കൻ മേഖലയിലൊക്കെ പോകുമ്പോഴത്തേക്ക് ചില അമ്മാമ്മമാരാണ് സിറ്റൗട്ടിലെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്, സിംഹാസനോട്ടിരിക്കുന്നത്. നാട്ടിലുള്ള ആളുകളെ കാണാൻ വന്നു കഴിഞ്ഞാൽ അമ്മാമ്മ അവിടെ കുര്യാക്കോസ്, ആരായി കുര്യാക്കോസ്? തെക്കനിലൂടെ നമ്മളൊക്കെ ചെല്ലുമ്പോ ഈ വിളി കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും വീട്ടുവേലക്കാരനെ വിളിക്കുന്നത്. ശരിക്കും വേലക്കാരനാ പുള്ളി. വിളിച്ചത് വേലക്കാരന്റെ റോളിലുള്ള കെട്ടിയവനെ വിളിക്കാം കുര്യാക്കോസ് എന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഭർത്താവിനെ കീഴ്പ്പെടണം, ഭർത്താവിനെ ബഹുമാനിക്കണം. അബ്രഹാമിനെ ഭാര്യ അബ്രഹാമേ എന്നല്ല വിളിച്ച്, യജമാനനെ എന്നാ വിളിച്ച്. സ്തോത്രം. ഇത് കല്യാണം കഴിഞ്ഞ് 6 മാസം വരെ ചക്കര്, മുത്ത്, പാല്, തേന്. 6 മാസം കഴിയുമ്പോ ചക്കരയിൽ ഓമ്പ് കയറാൻ തുടങ്ങും. 6 മാസം കഴിയുമ്പോ പാല് കുളിക്കാൻ തുടങ്ങും. സ്തോത്രം, സ്തോത്രം. അതുപോലെ അച്ചായാന്ന് വിളിച്ച ആള് പിന്നെ 1 കൊല്ലം 2 കൊല്ലം ഒക്കെ കഴിയുമ്പോ പിള്ളേരൊക്കെ തലയെടുത്ത് കഴിയുമ്പോ
പിന്നെ കെട്ടിയോ വരുമ്പോ അഭിസംബോധന ചെയ്യുന്നത് എന്റെ ചേട്ടനെന്നല്ല, എന്റെ പ്രിയപ്പെട്ടവനെന്നല്ല, വരുന്നു കാലമാണ് കയറി വരുന്നു. ഇതാ അഭിസംബോധന. കർത്താവിനെന്ന പോലെ കർത്താവിന് കീഴടങ്ങണം. ഭാര്യ വീട്ടിലേക്ക് ഫലപ്രദമായ മുന്തിരിവള്ളിയായി മാറണമെങ്കിൽ ആമേൻ ഭർത്താവിന് കീഴടങ്ങണം. കീഴടങ്ങാത്ത ഭാര്യയുള്ള വീട്ട് അവൾ മുന്തിരിവള്ളിയല്ല, ഞാൻ കയ്യിൽ നിന്നിട്ട് പറയാം, അവൾ കാഞ്ഞിരവള്ളിയായി മാറും. മനസ്സിലായെങ്കിലൊരു മാത്രം പറയാം. ഭർത്താവിന് കീഴടങ്ങാത്ത ഭാര്യയുള്ള വീട്ടിനകത്ത് മുന്തിരിവള്ളി തണുപ്പേകുന്ന മുന്തിരി, ആശ്വാസം തരുന്ന മുന്തിരി, അല്ലേ? എനർജി തരുന്ന ഒരു ഭർത്താവിന് എനർജി കൊടുക്കുന്ന, ബലപ്പെടുത്തുന്ന, തന്നെ തണുപ്പിക്കുന്ന, ദേഷ്യത്തോടുകൂടെ വരുന്ന ഭർത്താവിനെ തണുപ്പിക്കുന്ന ഒരു മുന്തിരിവള്ളിയായി മാറണം ഭാര്യ. അല്ലാത്തതല്ല ആമേ കാഞ്ഞിരവള്ളിയായി മാറുക. ഭാര്യമാരെ, നിങ്ങൾ കാഞ്ഞിരവള്ളിയായി മാറുമ്പോൾ നിങ്ങളുടെ മക്കൾ നിങ്ങളെ കണ്ടുപഠിച്ച് അവർ ആമേ സ്വത്രം ഒലിവ് തൈകളായിട്ടല്ല, അവർ ചൊറിയണം തൈകളായിട്ട് മാറും. അതാ നിങ്ങൾ ഇങ്ങോട്ട് വാടാന്ന് പറയുമ്പോൾ നിങ്ങളെ കയറി പിള്ളേർ ചൊറിയുന്നത്. മനസ്സിലായെങ്കിൽ ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗ്യവാനായ യഹോവാഭക്തൻ അവൻ മക്കളിലും ഭാര്യയിലും അനുഗ്രഹിക്കപ്പെട്ടവനായി മാറണം. പ്രൈസ് ദി ലോർഡ്. വായിച്ചുവിടാം ആ വാക്യം. ആമേൻ. ഭർത്താവിന് കീഴടങ്ങി കേട്ടില്ല. ഇരിക്കണം. തല ആരാതിരിക്കണം? ഭാര്യ ഭർത്താവിനാണോ തല? ഭർത്താവ് ഭാര്യക്കാണോ തല? മനസ്സിലായില്ല. ഭർത്താവായിരിക്കണം ഭാര്യയുടെ തല. എല്ലാം നിയന്ത്രിക്കുന്നത് ആരായിരിക്കണം? ചിലർ പറയുമ്പോ എന്റെ പൊന്നു പ്രസംഗാരി എന്റെ തലയെ കൊണ്ട് ഒരു ഈ തല ഇല്ലാതിരിക്കുന്നതാ വാസ്ത്രേ നല്ലത് എന്ന് പറയുന്നതുകൊണ്ട് തലയെ കൈ വെച്ച് പറയുന്നതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഉശിരുള്ളവരായി മാറണം. നമ്മളെ തല നമ്മുടെ കീഴിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ അവരെ ഭരിക്കണം, ചവിട്ടി ഉരുട്ടണം എന്നല്ല പറഞ്ഞത്. സ്തോത്രം. ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. കാര്യഗൗരവം നമ്മൾക്ക് ഉണ്ടായിരിക്കണം. എനിക്ക് രണ്ടുപേരെ അറിയാം. ആമേൻ. സ്തോത്രം. അവര് ആ തലയായ പുരുഷന് രണ്ടുപേരും ഒരേ ത്രാസിലുള്ളവരാ. രണ്ടുപേരും എനിക്ക് ഏറ്റവും അറിയാന്നുള്ളത്, ഏറ്റവും ബന്ധപ്പെട്ടവരാ. ഇപ്പൊ അതിൽ ഒരാള് ഞാനെന്നിരിക്കട്ടെ, എനിക്ക് പണിക്ക് പോകണം. ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞ് ഇന്നാല് നമ്പർ എടുത്തൊന്ന് വിളിച്ചു നോക്കുക, നാളെ പണിയുണ്ടോ എന്നാ എനിക്ക് വിളിക്കാൻ പാടുമ്പോ വേറൊരാളുണ്ട്, പുള്ളി ഞാനെന്നിരിക്കട്ടെ ഒരു 100 രൂപ വേണം, വേറൊരു ആളിനോടാ ചോദിക്കണ്ടേ. അപ്പൊ ഞാൻ പറയാം, നീ വിളിച്ച് ഒന്ന് ചോദ്യം എന്നാ ഞാൻ വിളിച്ച പാടുമ്പോ ഉത്തരവാദിത്തം നമ്മൾ വിട്ടുകൊടുക്കേണ്ടത്. ഇങ്ങനെ തുടങ്ങി അവസാനം ഇവര് നമ്മളെ മേച്ചു കെട്ടും. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ കുടുംബത്തിന്റെ തലയാ. കാരണം യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറണം. സ്തോത്രം. ഉത്തരവാദിത്തങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കണം. ഒരാൾ വന്ന് എന്തെന്ന് ചോദിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മൾ മിടുക്കരായി മാറണം. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് മക്കൾ അനുഗ്രഹിക്കപ്പെടണം. നല്ല മക്കളായി, അനുസരണമുള്ള മക്കളായി മാറണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ആമേൻ. സ്തോത്രം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ നമ്മൾ ചെയ്യുന്നത്, ബാലൻ നടക്കുന്ന വഴിയിൽ അവനെ ചില സ്തോത്രം. പണ്ടൊരു കൊച്ചിന്റെ കയ്യില് എഴുന്നേറ്റിക്കാൻ ജീവല്ല, 2 കൈയ്യിൽ താങ്ങി പിടിച്ചോണ്ടാണ് നിൽക്കുന്നത്. 6.5 ഇഞ്ച് നീളമുള്ള ഫോൺ. ഒരു 2 കൊച്ച്. ഞാൻ പറഞ്ഞിട്ട് വളരെ കൊച്ച്. മറ്റുള്ള പിള്ളേര് ഇതിൽ വളരുമ്പോൾ എങ്ങനെ എന്റെ കൊച്ച് വളരാതിരിക്കും? ചെടി ചോദിച്ച് ഭയങ്കര കാർച്ച. എന്നാ കരയുന്നേ? അത് ആഹാരം കഴിക്കുന്നില്ല. എന്താ ആഹാരം കഴിക്കാത്ത? അത് കൊച്ചിൻ ടി വി കൊടുക്കാനിട്ടാ. അപ്പൊ കൊച്ചിന് ഭക്ഷണം കഴിക്കണമെങ്കിൽ കൊച്ചിൻ ടി വി വേണം. അപ്പോൾ അവൻ നടക്കുന്ന വഴിയിൽ നമ്മൾ അവനെ അഭ്യസിപ്പിക്കുക.
കൊച്ചു ഭക്ഷണം കഴിക്കണമെങ്കിൽ കാർട്ടൂൺ വേണം ഫോണില്, ഗെയിം വേണം ഫോണില്. അപ്പൊ അവനെ നമ്മുടെ വശത്തല്ല, വചനപ്രകാരമല്ല, അവൻ നടക്കുന്ന വഴിയിൽ നമ്മൾ അവനെ അടിച്ചുകൊണ്ടിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അവൻ വൃത്തനായാലും വിട്ടുമാറില്ല. കാരണം പ്രമാണോതാ പഠിപ്പിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഒലിവുതൈകളായി മാറണമെങ്കിൽ, ആശ്വാസമായി മാറണമെങ്കിൽ, വായിക്കുന്നത് അമ്മയപ്പന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. എന്ത് ചെയ്യരുത്? പിള്ളേരെ കോപിപ്പിക്കരുത്. പിള്ളേരെ ചുമ്മാ അവരെ എന്ത് ചെയ്യരുത്? അവരെ തരം താഴ്ത്തരുത്. അല്ലേ? ചിലര് മറ്റുള്ളവരോടെല്ലാം സംസാരിക്കുന്ന മക്കളെ കുറിച്ചാ സ്വന്തം മക്കളെ ഇടിച്ച് സംസാരിക്കുന്ന അമ്മയപ്പന്മാരുണ്ട്. പിള്ളേരുടെ പോരായ്മകൾ മറ്റടുത്ത് വിളമ്പുന്ന അമ്മയപ്പന്മാരുണ്ട്. രക്ഷപ്പെടില്ല. മക്കൾ കോപിഷ്ടരായി മാറും. നിങ്ങൾ അവരോട് കോപിച്ചാൽ അവരെ കോപിപ്പിക്കുക നിങ്ങൾ. സ്വന്തം പിന്നെ എന്താ ചെയ്യേണ്ടത്? അവരെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും നിങ്ങൾ അവരെ പോറ്റി വളർത്തണം. എങ്ങനെ വളർത്തേണ്ടത്? ബാലശിക്ഷയിലും പത്യോപദേശത്തിലും. പക്ഷേ എന്റെ കൊച്ചിന് ബാലശിക്ഷ എനിക്ക് കൊടുക്കാൻ മേല, പത്യോപദേശത്തിനാണ് ഞാൻ അവരെ വളർത്തുന്നത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഞാൻ അവരെ എങ്ങനെയാ വളർത്തുന്നത്? ആമേൻ. പ്രൈസ് ലോർഡ്. നിനക്ക് നന്മയുണ്ടാകുവാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ കുഞ്ഞിനെ നീ എന്ത് ചെയ്യണം? ബഹുമാനിക്കണം. അപ്പോൾ തന്നെ പിതാക്കന്മാരെ, നിങ്ങളുടെ മക്കളെ കോപിപ്പിക്കരുത്. കർത്താവിന്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും അവരെ എന്ത് ചെയ്യണം? വളർത്തേണം, പോറ്റി വളർത്തേണം. ഹല്ലേലൂയ. അപ്പൊ ചിലർ പറയും, പാസ്റ്റർ എന്റെ കൊച്ചിനെ ഇതുവരെ അടിച്ചിട്ടില്ല, നീ ആ കൊച്ചിനെ സ്നേഹിക്കുന്നില്ല. എഫീസ് ലേഖനത്തില് സദൃശവാക്യങ്ങള് ആമേൻ. പ്രൈസ് ലോർഡ്. 13-ാമത്തെ വാക്യം എന്താ വായിക്കുന്നത്? വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു, അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ പകയ്ക്കുന്നു. ദൈവകൃപയാൽ ആമേൻ. സ്തോത്രം. എനിക്ക് വടി ഒരുപാട് ഉപയോഗിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. എന്റെ പിള്ളേരെ ഇത്രയും രോഗം നന്നായത് ഞാൻ വടി ഉപയോഗിച്ചതുകൊണ്ടാണ്. എല്ലാവരും പാസ്റ്റർ ഞാൻ അടിച്ചിട്ടില്ല പാസ്റ്റർ എന്റെ കൊച്ചിന്. 4 ദിവസം ഇവിടെ കഴിഞ്ഞു നിന്നെ കൈവയ്ക്കും. അടിച്ചു വളർത്തേണ്ടതിനെ അടിച്ചു വളർത്തണം. ആമേൻ. അടി മാത്രം പോരാ, ബാലശിക്ഷയിലും പത്യ ഉപദേശത്തിലും ദൈവവചനം അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സദൃശവാക്യങ്ങളിൽ വേറൊരു വാക്യം 19-18 തോന്നുന്നു. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കുക, എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്. പ്രത്യാശയുള്ളിടത്തോളം നിന്റെ മകനെ ശിക്ഷിക്കുക, പക്ഷെ അവനെ കൊല്ലാതിരിക്കരുത്, അവരൊക്കെ കഴിക്കരുതെന്ന്. കിട്ടുന്നിടത്ത് തലമുണ്ടായി അടിക്കരുത്. അവനെ കൊല്ലാനല്ല, അവനെ കോപിപ്പിക്കാനല്ല, അവനെ നന്നാക്കുവാൻ വേണ്ടിയാണ് അവനെ നമ്മൾ ശിക്ഷിക്കേണ്ടത്. ബാലിന്റെ ഹൃദയത്തോട് ഭോഷത്വം പറ്റിയിരിക്കുന്നു, ശിക്ഷയ്ക്കുള്ള വഴി അവനിൽ നിന്ന് അകറ്റിക്കളയും. കുഞ്ഞിന്റെ ഭോഷത്വം മാറണമെങ്കിൽ അത് വടി ഉപയോഗിക്കണം. 22-15 സദൃശ. സ്തോത്രം. ഹല്ലേലൂയ. സദൃശ അടുത്ത 23-19 മുതലോ 13 മുതലാണെന്ന് തോന്നുന്നു. ബാലനെ ശിക്ഷ കൊടുക്കാതിരിക്കരുത്. വടി കൊണ്ടടിച്ചാൽ അവൻ ചത്തുപോലെയില്ല. വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കുന്നു. സ്വന്തം മക്കളെ ശിക്ഷിച്ചു വളർത്തുമ്പോൾ അവരുടെ നരകത്തിൽ നിന്നും നീ കരകയറ്റുക കൂടെ ചെയ്യുകയാ. ഇന്ന് മുകൾക്കിടന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളിയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവുതൈകൾ പോലെയും ഇരിക്കുന്നു. യഹോവാ ഭക്തൻ അനുഗ്രഹിക്കപ്പെട്ടു. എങ്ങനെ? തന്റെ പ്രയത്നത്തിൽ, അധ്വാനത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടു. 2, ഭാര്യയിലും മക്കളിലും അവൻ അനുഗ്രഹിക്കപ്പെട്ടു. വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി. അതിനോട് ചേർന്ന് ഭാര്യയുടെ വിഷയം ഒന്നുകൂടെ ഒരു വാക്യം കൂടെ വായിച്ചിരിക്കുക. വീട്ടിനകത്ത് സ്തോത്രം ഫലപ്രദമായ മുന്തിരിവള്ളി. 1 തിമോത്തിയോസ് 5:13-14 വേഗത്തിൽ വായിക്കണം. 1 തിമോത്തിയോസ് 5:13-14. നോക്കുക, വീട്ടിനകത്ത് മാർപ്പാൻ ഇഷ്ടമില്ലാത്ത മുന്തിരിയെ കുറിച്ച് പറയുക. അവൾ വീടുതോറും
നാട്ടിലുണ്ട്, അതിലെല്ലാം ഇവിടെ വലയിട്ടിരിക്കും. ഏതൊക്കെ അയൽക്കൂട്ടമുണ്ട് അവിടെ എല്ലാം പ്രസിഡന്റ് ആയിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി ഓടിച്ചു പോയപ്പോ ഈ തൊഴിലുറപ്പ് പരിപാടിയാണ് തോന്നുന്നു, ഒരു ബന്ധുക്കോസുകാരി നിന്ന് അങ്ങോട്ട് തകർക്കുകയാണ് അവിടെ സൈഡില്. മറ്റുള്ള ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ആകപ്പാട് ആലോചിച്ച് ഇങ്ങനെ മടുത്തിരിക്കുക. സ്വന്തം മരണ്ടതിലപ്പോൾ വടകരയിൽ കണ്ടിട്ടില്ല, റോഡ് സൈഡിൽ ബന്ധുക്കോസുകാരിയോ നിൽക്കുന്ന നിൽക്കുകയാണ് ഭറവൻ നിൽക്കുന്ന പോലെ. പാവപ്പെട്ട പ്രായമുള്ള അമ്മച്ചിമാരും അപ്പച്ചമാരും ഇങ്ങനെ കൊള്ളു പിടിച്ചുകൊണ്ട് നിൽക്കുക അവിടെ അടുക്കാൻ. ആരാ മാറ്റോ മാറ്റോ എന്നൊക്കെ പറയുന്നവർ എന്തൊക്കെയോ വേദങ്ങളുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല. സ്വന്തം ഞാനിത് പോലെ ഒരു കാര്യം പറയാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നീ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരി വള്ളിയാകണം. നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ഊടാടി നടക്കരുത്, മെനക്കെട്ട് നടക്കരുത്, വീടുതോറും കയറി ഇറങ്ങരുത്. സ്തോത്രം. വീടുതോറും ഇറങ്ങി അവിടുത്തെ വിശേഷം എടുത്ത് അപ്പുറത്ത് കൊടുത്ത് അവിടുത്തെ എടുത്ത് ഇപ്പുറത്ത് കൊടുത്ത് പല കാര്യത്തിൽ ഇടപെട്ട് മാത്രമല്ല വായാടികളായി മാറുമെന്ന് വന്നപ്പോ കൊച്ചെന്ന പാവമായിരുന്നു. ഇപ്പൊ അവളോട് നാക്കിടാൻ ഒക്കെ ഇല്ല. ചിലർ പറയുന്ന ആലങ്കാരിക പദപ്രയോഗം കഴുത്തിന് ചുറ്റും. ചിലർ അവളോട് നാക്കിട്ടൊന്നും പിടിച്ചിരിക്കാന്ന്. കാര്യം എവിടെയാ പറ്റിയേ? പല വീടുകളിലെ സന്ദർശനം, സ്വന്തം വീട്ടിലെ കാര്യം നോക്കൂല. പല വീട് ഓടി നടക്കുക, ഊടാടി നടക്കുക. അവിടെ കറി വെച്ചതെന്ന, ഇവിടെ വാങ്ങിച്ച മീനെന്ന, അവിടെ വാങ്ങിച്ച സാരി എത്ര രൂപ, അപ്പുറത്തെ കൊച്ചു പഠിത്തത്തിൽ ജയിച്ചോ തോറ്റോ, സ്വന്തം വീട്ടിലെ കാര്യം നോക്കാൻ മേല ഊടാടി നടക്കുക. പകൽക്കാലം ദൈവവചനം പഠിപ്പിക്കുന്നത് സ്തോത്രം, നീ വീട്ടിനകത്ത് ഫലപ്രദമായ ഒരു മുന്തിരി വള്ളിയായിരിക്കണം. അത് കാട്ടുമുന്തിരിങ്ങ കായ്ക്കരുത്. കാട്ടുമുന്തിരിങ്ങ കായ്ച്ച പിശാചിനെ ചീലത്തോട്ടമാക്കി മാറ്റും. അതുകൊണ്ട് സഹോദരിമാരെ, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങി അവരെ സ്നേഹിച്ച് ദൈവത്തെ ഭയപ്പെട്ട് വീട്ടിനകത്ത് തലമുറകളെ വചനത്തിലും ബാലശിക്ഷയിലും വളർത്തി മുൻപോട്ട് പോയാൽ അതിനേക്കാൾ അപ്പുറമായ ഭാഗ്യം മറ്റൊന്നുമില്ല. ഇത് മുതൽ വാക്കിലേക്ക് ഇവിടെ വിരാമമിടുന്നു. യഹോവ ഭക്തനായ പുരുഷൻ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറുന്നത് എന്താണ്? സ്തോത്രം. ഇതിനെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു കാര്യം കൂടെ പറയുന്നു. അവൻ മക്കളെയും മക്കളുടെ സ്തോത്രം വായിക്കാം. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്റെ സമാധാനം ഉണ്ടാകട്ടെ. നിന്റെ ആയുഷ്കാലമൊക്കെ ഇന്ന് യേശുവിന്റെ നന്മയെ കാണും. 3-ാമത്തെ അനുഗ്രഹം ദീർഘായുസ്സിലും പുത്രസമ്പത്തിലും ദൈവത്തിനെ അനുഗ്രഹിക്കും. ആയുസ്സിന്റെ മധ്യത്തിൽ നീ വീണു പോവുകയില്ല. രോഗം നിന്നെ തകർക്കുകയില്ല. ബലഹീനതകൾ നിന്നെ കീഴടക്കുകയില്ല. കടബാധ്യതകൾ നിന്നെ അവസാനിപ്പിക്കുകയില്ല. നിനക്കൊരു ജീവിതമുണ്ട്. ദീർഘായുസ് ദൈവത്തിന് ആയുസ്സിന്റെ മധ്യത്തിൽ നിന്നെ എടുക്കുക ദൈവം അനുവദിക്കുക ഇല്ല. ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ അനുഗ്രഹിക്കുക. തലമുറയാ അവരുടെ നന്മകളെ നീ കാണും. തലമുറകളെ കാണും. പുത്രസമ്പത്തുകളെ നീ പ്രാപിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി മാറും. ഇന്ന് പകൽക്കാലം ഇതാ ദൈവം പണിയുന്ന ഭവനത്തിന്റെ അനുഗ്രഹം. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും അടയട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. തളർന്നു പോകുവാൻ ദൈവം അനുവദിക്കുക ഇല്ല. തലമുറകളെ കൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവം, ആയുസ്സിനെ കൊണ്ട് അനുഗ്രഹിക്കുന്ന ദൈവം, മരണത്തിന്റെ ശക്തി നിനക്കെതിരെ വെല്ലുവിളിച്ച, മരണത്തിന്റെ കരങ്ങൾ നിനക്കെതിരെ നീട്ടിയ, മരണത്തിന്റെ കരുന്നിന്റെ ജീവിതത്തിനെതിരെ കടന്നു വന്ന അവിടെ മടിപ്പതറ എന്റെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. യഹോവ ഭക്തനായ പുരുഷൻ അവൻ ദൈവത്തിന്റെ വഴികളിൽ നടക്കുന്നത് കൊണ്ട്, അവൻ യഹോവ ഭക്തനായതുകൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും. എവിടെയൊക്കെ അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്, അവൻ അധ്വാന നന്മയിൽ അനുഗ്രഹിക്കപ്പെടും. എവിടെയൊക്കെ അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്, അവൻ ഭാര്യയിലും തലമുറകളിലും അനുഗ്രഹിക്കപ്പെടും. എവിടെയൊക്കെ അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്, പുത്രസമ്പത്തിലും ദീർഘായുസിലും അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറും. അവൻ ദീർഘായുസോടുകൂടെ ഇരുന്ന് അവന്റെ നന്മകളെ വർണ്ണിക്കുക, അവനെ ആരാധിക്കുക, അവൻ ദൈവത്തെ ഉയർത്തുക, ദൈവത്തിന്റെ നന്മകളെ കുറിച്ച് പാടുക. ഇന്ന് പകൽക്കാലം നമ്മെ പൂർണ്ണമാ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. പിശാചിനെ തളർത്തിക്കളയുക, മാനസിക വാക്കുകൾ നിന്നെ ഇളക്കിക്കളയുക. നിന്റെ പുറകെ കടന്നു വന്നാൽ സ്വർഗത്തിലെ ദൈവം നിന്നെ കൈവിടുകയില്ല. ആയുസ്സിന് ദോഷം വരാൻ ദൈവം അനുവദിക്കുകയില്ല. ഈ ഒരു വർഷം കൂടെ ഞാൻ കാണുമോ ഈ രോഗത്തിന് അടിമയായി ഈ ശരീരമാ എത്ര കാലം ഞാൻ ഈ ഭൂമി ജീവിക്കുമെന്ന് ചോദിക്കുമ്പോ ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയാ, നീ അനുഭവിച്ച കഷ്ടത, നീ അനുഭവിച്ച വേദന, നീ അനുഭവിച്ച ഒറ്റപ്പെടലുകൾ, ഇതിനെല്ലാം പരിഹാരം തന്ന് അതിന്റെ നന്മ പ്രാപിക്കാതെ ദൈവം തമ്പുരാനെ വിളിക്കത്തില്ല. അവന്റെ വരവിൽ പ്രത്യാശയോടുകൂടെ കാത്തിരിക്കുക. ഇന്ന് മുതൽ മനസ്സോട് ഏൽപ്പിച്ചു കൊടുക്കുക.
ദൈവത്തിന്റെ കൃപകൾക്കായി ഏൽപ്പിച്ചു കൊടുക്കാൻ, ദൈവിക അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുക. നമ്മൾക്കായി സ്വർഗ്ഗം നമ്മോട് കൂടെയുണ്ട്. നിന്റെ കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നുവോ? യഹോവ പണിയട്ടെ. യഹോവയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് യഹോവ പണിയുന്നില്ല എങ്കിൽ അവൻ പണം കൊണ്ട് പണിയാൻ കഴിയുന്നതല്ല ഭവന്, അവൻ കഴിവ് കൊണ്ട് പണിയാൻ കഴിയുന്നതല്ല ഭവന്, അവൻ വിദ്യാഭ്യാസം കൊണ്ട് പണിയാൻ കഴിയുന്നതല്ല ഭവന്, അവൻ നിന്റെ മാനുഷികമായ അവൻ ജ്ഞാനം കൊണ്ട് പണിയാൻ കഴിയുന്നതല്ല ഭവന്. നിന്റെ ഭവനം യഹോവ പണിയണം. ദൈവിക ജ്ഞാനത്താൽ വേണം യഹോവ നിനക്ക് തരുന്ന വീട് പണിയേണ്ടത്. ഇന്ന് പകൽക്കലമെന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, തകർന്നു പോയെന്ന് നിനക്ക് തോന്നാം, നിന്റെ ജീവിതം അസ്തമിച്ചു പോയെന്ന് നിനക്ക് തോന്നാം. ഇനി എനിക്ക് ഭാവിയില്ല, ഇനി എന്റെ ജീവിതത്തിന് മുമ്പിൽ നന്മകളില്ല, ഇനി എന്റെ നാളുകളിൽ ആ കഴിഞ്ഞു പോയെന്ന് നിനക്ക് തോന്നാറില്ല. അവയൊന്നും അവസാനിച്ചിട്ടില്ല, എവിടെയൊക്കെ എല്ലാം തകർന്നു എന്ന് നിനക്ക് തോന്നുമ്പോൾ ഇന്ന് പകൽക്കാല അടയാളങ്ങളുടെ ആരംഭമാ. ഇന്ന് പകൽക്കാല ദൈവം നിനക്ക് ചിലത് ചെയ്യാൻ പോകുന്നു. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന ദൈവ, നിന്റെ ശരീരാത്മദേഹികളെ ബലപ്പെടുത്തുന്ന ദൈവ, നിന്റെ ഞരമ്പുകളെ മാംസത്തെയും ത്വക്കിനെയും ബലപ്പെടുത്തുന്ന ദൈവ, നിന്റെ സ്തോത്രം ആയുസ്സിനെ ദീർഘമാക്കുന്ന ദൈവ, പുത്രസമ്പത്തുകളെ കണ്ട് അനുഗ്രഹം പ്രാപിക്കുക ദൈവത്തിനെ മാനിക്കുന്ന ദൈവ. യോബിന്റെ ജീവിതത്തിൽ തലമുറകളുടെ നന്മ കണ്ടതുപോലെ ദൈവം നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാ. ഇന്ന് മുതൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ ദൈവകാര്യങ്ങളിൽ? ഇതുവരെ ഞാൻ പരാജയപ്പെട്ടു, എന്റെ കുടുംബം, എന്റെ ജീവിതം ഞാൻ പരാജയപ്പെട്ടു, എന്റെ ജീവിതം ഞാൻ പരാജയപ്പെട്ടു. ഇല്ല, നാഥനായ കർത്താവേ അങ്ങ് വരണമേ. യേശുവിനായി ഏൽപ്പിച്ചു കൊടുക്കാമോ ദൈവകാര്യങ്ങളിൽ? ഒരു നിമിഷം ദൈവത്തിന്റെ കരുണ നമ്മെ സമർപ്പിക്കാമോ? പോകാതിരിക്കുവാൻ അവൻ നമ്മെ പണിയട്ടെ. ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവത്തിന്റെ കരങ്ങളിൽ. ഈ ഭൂമിയിലുള്ള സകലവിധ അനുഗ്രഹങ്ങളും നന്മകളും യേശു ക്രിസ്തുവിലൂടെയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഹല്ലേലൂയ. നമ്മൾ അധ്വാനിക്കുന്നവരാകണം. അധ്വാനം ദൈവം അനുഗ്രഹിച്ചു നൽകും. എല്ലാ മേഖലകളും ഒരുപോലെ അനുഗ്രഹ സമ്പന്നമായി തീരേണ്ടതിന്റെ പകലിൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വചനത്തിന് മുൻപാകെ സമർപ്പിക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ.